നമസ്കാരം. നടപ്പാതയിലൂടെ പോയിരുന്നവരെ ഇടിച്ചു തെറിപ്പിച്ച മലയാളി യുവാവിനെ ബ്രിട്ടനിലെ ഡെർബി കോടതിയിൽ ഹാജരാക്കി. മലയാളി 36-കാരനായ സന്തു പൊന്നച്ചൻ ഓടിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ ശനിയാഴ്ചയാണ് ഡെർബിയിൽ നടപ്പാതയിലൂടെ പോയിരുന്നവരെ ഇടിച്ചു തെറിപ്പിച്ചത്. കോടതിയിൽ തന്റെ പേര് വിവരവും മാത്രമാണ് സന്തു പൊന്നച്ചൻ വിശദമാക്കിയത്. അപകടത്തെക്കുറിച്ചോ മറ്റു വിവരങ്ങളെക്കുറിച്ചോ സന്തു പൊന്നച്ചൻ കോടതിയിൽ സംസാരിച്ചില്ല. ഡെർബിയിലെ അൽവാസ്റ്റണിൽ താമസിച്ചിരുന്ന സന്തു പൊന്നച്ചനെതിരെ വധശ്രമം ലക്ഷ്യമിട്ടുള്ള 6 ഗുരുതരമായ ശാരീരിക ഉപദ്രവങ്ങൾ, ഒരു വധശ്രമത്തിലുള്ള ശ്രമം, അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ, മൂർച്ചയുള്ള ആയുധം കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സന്തു പൊന്നച്ചനെ കോടതി റിമാൻഡ് ചെയ്തു. ഏപ്രിൽ 29-നാണ് ഇയാളെ ഡെർബി ക്രൗൺ കോടതിയിൽ ഹാജരാക്കുക. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് താനായിരുന്നുവെന്ന് സന്തു പൊന്നച്ചൻ കോടതിയിൽ വിശദമാക്കി. ശനിയാഴ്ച രാത്രിയാണ് കാൽനടക്കാരായ 7 പേരെ സന്തു പൊന്നച്ചന്റെ കറുത്ത നിറത്തിലെ സ്വിഫ്റ്റ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഇയാളെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിൽ പരിക്കേറ്റ 36-നും 52-നും ഇടയിൽ പ്രായമുള്ള 4 പുരുഷന്മാർക്കും 3 സ്ത്രീകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എങ്കിലും ആരുടെയും നില നിലവിൽ ജീവന ഭീഷണിയുള്ളതല്ല. 3 പേരെ ഇതിനകം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയിലുണ്ടായ സംഭവം ഡെർബിയിലെ ജനക്കൂട്ടത്തിനിടയിൽ വലിയ ഞെട്ടലുളവാക്കിയിരുന്നു. നഗരത്തിലെ ഫ്രീറാർ ഗേറ്റിന് സമീപത്തെ പബ്ബിന് പുറത്തുവച്ചാണ് മലയാളി കൂടിയായ സന്തു പൊന്നച്ചന്റെ കാർ നിരവധി പേരെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടം നടന്ന 7 മിനിറ്റിനുള്ളിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡെർബിഷെയർ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണെന്നും കോടതിയിൽ കേസ് അവതരിപ്പിക്കുവാൻ ആവശ്യമായ അല്ലെങ്കിൽ മതിയായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിലെ ജാനൈൻ മക്കിനി പറഞ്ഞു. ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പൊതുതാൽപര്യമുള്ള കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഭവത്തിന് ശേഷം വധശ്രമത്തിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ ചൊവ്വാഴ്ച രാത്രി കുറ്റം ചുമത്തുന്നതുവരെ ചോദ്യം ചെയ്യുന്നതിനായി തടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇതൊരു ഭീകരവാദ പ്രവർത്തനമല്ലെന്നും പൊതുജനങ്ങൾക്ക് നിലവിൽ മറ്റു ഭീഷണികളൊന്നുമില്ലെന്നും പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആശ്രിത വിസയിൽ ബ്രിട്ടനിലെത്തിയ 36-കാരൻ വിവാഹമോചനത്തിന് ശേഷം തനിച്ചായിരുന്നു താമസമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച ഡെർബി മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുകയായിരുന്നു. ഈ അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് താനാണെന്ന് പ്രതി സമ്മതിച്ചു. പേരും വിലാസവും സ്ഥിരീകരിച്ചതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇയാൾ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ആശ്രിത വിസയിൽ ബ്രിട്ടനിലെത്തുകയും വിവാഹമോചനത്തിന് ശേഷം തനിച്ചായിരുന്നു താമസമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതൊരു ഭീകരാക്രമണമല്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളോ ഒന്നും ഈ ആക്രമണത്തിന് പിന്നിലില്ല എന്നും കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. കേസ് കൂടുതൽ വാദത്തിനായിട്ടാണ് ഏപ്രിൽ 29-ന് ഡെർബി ക്രൗൺ കോടതിയിലേക്ക് മാറ്റിയത്. നിലവിൽ പ്രതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആക്രമണത്തിന് പ്രേരിപ്പിച്ച കൃത്യമായ സാഹചര്യം എന്താണെന്ന് കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർ സുഖം പ്രാപിച്ചു വരുന്നത് ഡെർബിയിലെ മലയാളി സമൂഹത്തിന് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ സംഭവം സൃഷ്ടിച്ച ഞെട്ടൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല. IT മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രതി ഇടയ്ക്കിടെ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഡെർബി നഗരത്തിൽ രാത്രിയിലുണ്ടായ ഈ അപകടം വലിയൊരു ആശങ്കയ്ക്കാണ് ഇടയാക്കിയത്. അപകടത്തിൽ 36 മുതൽ 52 വയസ്സുവരെയുള്ള 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു. ഇതിൽ 4 പേരാണ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. അപകടം ഡെർബി നഗരത്തെയും സമീപ പ്രദേശങ്ങളെ മുഴുവനായും ഞെട്ടിച്ചുവെന്നും പരിക്കേറ്റവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അപകടത്തിന് സാക്ഷികളായവർക്കും പിന്തുണ ഉണ്ടാകുമെന്നും ഡെർബിഷെയർ പോലീസ് അറിയിച്ചു. അന്വേഷണത്തിൽ സഹകരിച്ച പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പോലീസ് നന്ദി അറിയിച്ചു.